പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ ബുധനാഴ്ച വൈകിട്ട് മെയ് മാസം 17 നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നൽകി തന്നിരിക്കുന്ന നല്ല സാവകാശനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം വചനവുമായി ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സിഞ്ചൻ നമ്മുടെ മധ്യത്തിൽ ഓൾറെഡി കടന്നു വന്നിട്ടുണ്ട്. ദൈവദാസനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയത്ത് നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പതിവ് നമുക്കുണ്ടല്ലോ. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി കർത്താവിന്റെ ദാസി സിസ്റ്റർ ജോയ്സ് മാത്യുവിനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ സന്ധ്യാകാലം ഒക്ലഹോമ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ ഗാന ശുശ്രൂഷയ്ക്കായി ഒരവസരം ലഭിച്ചതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം ഒരുക്കിയ പ്രിയ വിജയോട് പ്രിയ സാജനോടും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. ദൈവനാമ മഹത്വത്തിനാക്കി ഒരു പാട്ടിന്റെ ചില അടികൾ പാടുവാനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എന്റെ സങ്കേതമാ, ഉറപ്പുള്ള കോട്ടയുമാ, ജീവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാ. അവൻ എന്റെ സങ്കേതമാ, ഉറപ്പുള്ള കോട്ടയുമാ, ജീവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാം. ഹൃദയം നുറുങ്ങിയോർക്കാശ്വാസകൻ, മനസ്സു തകർന്നോർക്കു ഉദ്ധാരകൻ, കഷ്ടപ്പെടുന്നോർക്കു അടുത്ത തുണ, എളിയവർക്കു ന്യായപാലകൻ. ഹൃദയം നുറുങ്ങിയോർക്കാശ്വാസകൻ, മനസ്സു തകർന്നോർക്കു ഉദ്ധാരകൻ, കഷ്ടപ്പെടുന്നോർക്കു അടുത്ത തുണ, എളിയവർക്കു ന്യായപാലകൻ. അവൻ എന്റെ സങ്കേതമാ, ഉറപ്പുള്ള കോട്ടയുമാ, ജീവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാ. ജീവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാം. പാപികളായോർക്കു പരിഹാരകൻ, ഏഴകളായോർക്കു ഉദ്ധാരകൻ, രോഗികളായോർക്കു വൈദ്യനവൻ, കുരുടനായോർക്കു വെളിച്ചമവൻ. പാപികളായോർക്കു പരിഹാരകൻ, ഏഴകളായോർക്കു ഉദ്ധാരകൻ, രോഗികളായോർക്കു വൈദ്യനവൻ, കുരുടനായോർക്കു വെളിച്ചമവൻ. അവൻ എന്റെ സങ്കേതമാ, ഉറപ്പുള്ള കോട്ടയുമാ, ജീവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാ. ജീവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാ. അധ്വാനിക്കുന്നോർക്കു സഹായകൻ, ഭാരം ചുമപ്പോർക്കു കൈത്താങ്ങവൻ, വിശക്കുന്നോർക്കു ജീവ അപ്പം, ദാഹിക്കുന്നോർക്കു പാനപാത്രം. അധ്വാനിക്കുന്നോർക്കു സഹായകൻ, ഭാരം ചുമപ്പോർക്കു കൈത്താങ്ങവൻ, വിശക്കുന്നോർക്കു ജീവാപ്പം, ദാഹിക്കുന്നോർക്കു പാന
പാനം അവനെന്റെ സങ്കേതമാ ഉറപ്പുള്ള കോട്ടയുമാ ജീവന്റെ ബലവും സഹായകനുമാം താരയും വെളിച്ചവും രക്ഷയുമാ അവനെന്റെ സങ്കേതമാ ഉറപ്പുള്ള കോട്ടയുമാ ജീവന്റെ ബലവും സഹായകനുമാ പാറയും വെളിച്ചവും രക്ഷയുമാ ജീവന്റെ ബലവും സഹായകനുമാ പാറയും വെളിച്ചവും രക്ഷയുമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നുവല്ലോ. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും നമ്മുടെ കോട്ടയും നമ്മുടെ പരിചയമായ ആ കർത്താവിന്റെ സന്നിധിയിലാണല്ലോ നാം ആയിരിക്കുന്നത്. ആകയാൽ ഹല്ലേലൂയ സന്തോഷത്തോടെ, ഹല്ലേലൂയ സ്തോത്രം, ആ വിശ്വാസത്തോടെ ഉറപ്പോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ സമയത്ത് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദാസനെയും കുടുംബത്തെയും തന്റെ ശുശ്രൂഷകളെയും ഓർത്തുകൊണ്ട്, രാത്രികാലം പാട്ട് പാടിയ പ്രിയ ജോയ്സ് ആന്റിയെ ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ആ ലൈനിലായിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹത്തിന് വേണ്ടിയും ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ സന്ധ്യാസമയം പൊന്നു കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സ്വർഗം ഞങ്ങൾ താർന്ന സ്വാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പാറയായ ക്രിസ്തുവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പരിചയായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷയായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സങ്കേതവും ബലവുമായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഉറപ്പുള്ള ഗോപുരമായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുനരുത്ഥാനോ ജീവനുമായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനം തകർന്നവരെ സഹായിക്കുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സമാധാന പ്രഭുവായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സകല ആവശ്യങ്ങൾ അറിയുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വിശ്വസ്തനായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ദൈവം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്ധ്യാസമയം നിന്റെ പാദപീഠത്തിൽ നിന്റെ ജനം കടന്നു വന്നിരിക്കുന്ന കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വചനം കേൾപ്പുക കർത്താവ്, ജനം വിടുതൽ അനുഭവിക്കട്ടെ, സമാധാനം അനുഭവിക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ, സൗഖ്യം അനുഭവിക്കട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ വേദനകളും ഭാരങ്ങളും അറിഞ്ഞ് കർത്താവ്, ഇന്ന് സന്ധ്യാസമയം കർത്താവെ പ്രവർത്തിക്കണമേ. കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് എല്ലാ ഭവനങ്ങളും നടക്കട്ടെ. ദൈവ തേജസ് കൊണ്ട് ഭവനങ്ങൾ നിറയപ്പെട്ടെ. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, വചനവുമായി കടന്നു വന്നിരിക്കുന്ന ദൈവദാസന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അഭിഷേകത്തോട് അധികാരത്തോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണേ. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, പാട്ടുപാടിയ കർത്താവ്, പ്രിയ എന്റിക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ കർത്താവ്, കുഞ്ഞുങ്ങളെയും കർത്താവ്, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന എല്ലാ ജനവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞും കർത്താവ്, യൂട്യൂബിൽ കൂടെ കർത്താവ് വചനം ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് ഏർപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഞങ്ങളോട് കൂടെയുള്ളവരെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുമുഖ ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, പ്രവർത്തിക്കണമേ. കർത്താവെ, താമസിക്കല്ലേ. നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കുന്നു.
ഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഇന്ന് രാത്രികാലം വചനം കേൾക്കുവാൻ, അതനുസരിക്കുവാൻ, അത് പ്രമാണിക്കുവാൻ നാം ദൈവസനയിൽ കൂടി വന്നിരിക്കുന്നുവല്ലോ. രാത്രികാലം വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സിംജൻ ജേക്കബിനെ ഞാൻ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനയിലായിരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് നിങ്ങളോടും ആയിരിക്കാൻ തക്കോണം ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കയറുവാനായിട്ട് സാധിച്ചില്ല. അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അത് പെട്ടെന്ന് എനിക്ക് അർജന്റായിട്ടൊരു കാര്യം വരികയും കയറുവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. ഇന്ന് രാത്രികാലം നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഒരുമിച്ച് നമ്മളായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് ഇന്ന് രാത്രികാലം ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസിന്റെ അഥേനയിലെ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളതായ ഒരു ഡിസ്കോഴ്സ്, ഒരു പ്രസംഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതായ ചില ചിന്തകൾ കൊണ്ടുവന്നിട്ട് ഞാൻ അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് അരബയോഗ കുന്നിന്മേൽ നിന്നുകൊണ്ട് ഈ പ്രസംഗം പ്രസംഗിക്കുകയാണ്. അപ്പോൾ അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അവരോട് സംസാരിക്കുന്നത്. ഈ പ്രസംഗം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പൗലോസ് വളരെ വസ്തുനിഷ്ഠമായിട്ട് ആരംഭം മുതൽ ദൈവത്തിന്റെ ആ ദൈവികത്വവും ഡിവിനിറ്റിയും യേശുക്രിസ്തുവിന്റെ നിസ്തുലതയും മനുഷ്യന്റെ രക്ഷയുടെ ആവശ്യകതയും എല്ലാം വളരെ വളരെ ശക്തമായ ഭാഷയിൽ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു സുവിശേഷ പ്രസംഗത്തിന്റെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മോഡലാണ് പൗലോസ് ഇവിടെ തരുന്നത്. എന്നാൽ അതിനു മുൻപ് നടന്നതായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പൗലോസ് അവിടെ തിമത്തിയോസിനും ശീലാസിനും വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പൗലോസ് അവിടെ ചെയ്തത് ഒരു പ്രയർ വാക്കിന് പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെ? പ്രയർ വാക്കിനെന്ന് ഞാനത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞെന്ന് മാത്രം. 16-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ്? അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ, ആർക്കായി കാത്തിരിക്കുമ്പോൾ? ശീലാസിനും തിമത്തിയോസിനും വേണ്ടി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അപ്പോൾ ആ സിറ്റിയിൽ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ പൗലോസിന്റെ ഹൃദയം വേദനിക്കുവാനിടയാക്കി. ഇവിടെയാണ് ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയുടെ കാഴ്ചപ്പാടിന്റെ മാറ്റം, അല്ലെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു ആർക്കിടെക്ട് ഒരു നഗരത്തെ കാണുന്നത് പോലെയും ഒരു റിയൽ എസ്റ്റേറ്റിന്റെ മനസ്സുള്ളവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ജീവിക്കുന്നതായ ഒരു വ്യക്തി, ബിസിനസ്മാൻ ഒരു സിറ്റിയെ കാണുന്നതും ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സാധ്യത കാണുന്നതും, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ ഒരു സിറ്റിയെ നോക്കി കാണുന്നതും ഒക്കെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ഒരു ദൈവദാസൻ എന്ന് ഞാൻ പറയുമ്പോൾ പൂർണ്ണസമയ സുവിശേഷകർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയായ ഒരു വ്യക്തി ഒരു സിറ്റിയിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരണം. പ്രസ്തുതം ഇവിടെ പൗലോസ് നോക്കുന്നത്, പൗലോസിന്റെ കണ്ണിൽപ്പെട്ട കാര്യം എന്താണ്? ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്, എറ്റേണിറ്റി നമ്മുടെ കണ്ണുകളിൽ സ്റ്റാമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലെൻസിൽ കാര്യങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രസ്തുതം ഹല്ലേലൂയ. പണ്ടേ ഒരു ദേവദാസൻ പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുകയാണ്. ട്രാഫിക് ജാമിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആളുകളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്, അയ്യോ ഇവരെല്ലാം യേശുവിനെ അറിയാതെ നരകത്തിൽ പോകുന്നവരുടെ കൂട്ടമാണല്ലോ എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഈ ദിവസങ്ങളിൽ മാറ്റം വരണം. അങ്ങനെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റ് കമ്മീഷന്റെ ആ വലിയതായ ദൗത്യം അല്ലെങ്കിൽ ആ വലിയ സാധ്യത നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീരണം. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതല്ല.
കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പുറപ്പെടണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൽപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കണം. അപ്പോൾ എല്ലാ വ്യക്തികളും, യേശു ഉള്ള എല്ലാവരും മിഷണറിമാരും യേശു ഇല്ലാത്തവരെല്ലാവരും മിഷൻ ഫീൽഡുമാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് ഈ സിറ്റിയിൽ ഇവിടെ വന്നിട്ട് തന്റെ മനസ്സ് വേദനിക്കുകയാണ്. പ്രൈസ്തലോ. അപ്പോൾ ഈ പട്ടണം നമുക്കറിയാം അത്രമാത്രം അന്യ ആരാധനയാൽ ജാതികളുടെ ഒരു വലിയ ഒരു കോട്ടയാണിത്. ഇവിടെ അനേക തത്വജ്ഞാനികളും ജ്ഞാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരും അങ്ങനെയുള്ളതായ വളരെ ലൈറ്റ് ആയിട്ടുള്ളതായ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പാർക്കുന്നതായ ഒരു പട്ടണം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിന് ചൂട് പിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചൂട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ആങ്കർ എന്നുള്ളതിനേക്കാൾ ഒരു കൺസേൺ ആണ്, ഒരു ആങ്ക്വിഷ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ചില ദുഃഖങ്ങൾ, ചില കൺസേണുകൾ നമുക്കൊരു സിറ്റിയെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഒരു സുവിശേഷീകരണത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, വൈ ഐ ആം നോട്ട് ഏബിൾ ടു ഷെയർ ദ ഗോസ്പൽ, എന്തുകൊണ്ട് പൗലോസിനെ പോലെ എനിക്ക് പ്രസംഗിക്കുവാനായിട്ട് പറ്റുന്നില്ല. പ്രസംഗം എന്ന് ഞാൻ പറയുന്നത് പുൾപിറ്റ് പ്രസംഗം എന്നുള്ളതിനേക്കാൾ എന്തുകൊണ്ട് എനിക്ക് ഗോസ്പൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കുള്ളൂ. ഡു യു ഹാവ് എ ബർഡൻ? നമുക്ക് അതിനെക്കുറിച്ചുള്ള ഭാരമുണ്ടോ എന്നുള്ളതാണ്. ഭാരമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവം അതിനുള്ള വഴികൾ ഒരുക്കും എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ ദിവസവും സകല വീടും എന്നുള്ളതാണ്, അല്ലെ? എവ്രി ഡേ, everybody, every house. That is the equation of the first century church. Let me repeat that. Everybody, every day, every house. Oh, what a beautiful equation. എല്ലാവരും എല്ലാ ദിവസവും എല്ലാ വീടുകളും. അപ്പോൾ അതാണ് മിഷന്റെ ദൗത്യം, അല്ലെങ്കിൽ മിഷന്റെ ഒരു ആപ്തവാക്യം, ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ ചില വ്യക്തികൾ എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം. എല്ലാവരും യേശുവിനെ എല്ലാവരും എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആയിട്ട്, ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ മിഷൻ ട്രിപ്പിന് പോകുമ്പോൾ അല്ല, എല്ലാ ദിവസവും ഈ മനസ്സിന്റെ ചൂട് നമ്മൾ പിടിക്കുവാനിടയാത്തിരണം. ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു കുടുംബത്തെ കാണുമ്പോൾ, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ആ ബേർഡൻ ഉണ്ടെങ്കിൽ ദൈവം അവസരങ്ങൾ തരുവാനായിട്ടിടയാത്തിരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ എൻറ്റയർ മെസ്സേജ്, ഈ ഗോസ്പൽ പ്രസന്റേഷന്റെ ആധാരമായിരിക്കുന്നത് താൻ നടത്തിയ പ്രയർ വാക്ക് ആണെന്നാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ചില സിറ്റികളിലേക്കൊക്കെ പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് നിയോഗം തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അവിടെ ചില വാതിലുകൾ തുറക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമൊന്നുമല്ല, മനസ്സിന്റെ ദൈവരാജ്യത്തിന്റെ ബേർഡൻ. ഹല്ലേലൂയ. അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിപ്പാനായിട്ടിടയായി. ഇവിടെ പൗലോസിന്റെ മനസ്സിന് ചൂട് പിടിച്ചു. പള്ളിയിൽ വെച്ച യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. അപ്പോൾ പ്രത്യേക സ്ഥലമൊന്നുമില്ല. പള്ളിയിൽ വെച്ചുമാണെങ്കിലും ചന്തസ്ഥലത്താണെങ്കിലും അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം, ദിവസേന. അപ്പോൾ കണ്ടവരോട്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ വാക്യങ്ങളാണ്, വാക്കുകളാണ്. എല്ലാ ദിവസവും, ദിവസേന. അത് മാത്രമല്ല കണ്ടവരോട്. ഇതൊക്കെ വളരെയധികം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ ആസ് ഐ വാക്ക്ഡ് അറൗണ്ട് ആൻഡ് ലുക്ക്ഡ് കെയർഫുള്ളി അറ്റ് യുവർ ഓബ്ജക്ട്സ് ഓഫ് യുവർ വർഷിപ്പ്. അപ്പോൾ ഇതെല്ലാം പൗലോസ് എന്ത് ചെയ്തു? ഇറങ്ങി നടന്ന് കണ്ടു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ഭാരം തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 17ാമത്തെ വാക്യം, so he reasoned in the synagogue with both Jews and God-fearing Greeks.
യഹൂദന്മാരോട് മാത്രമല്ല, as well as in the marketplace day by day with those who happen to be there. അപ്പൊ നമ്മൾ ഈ ട്രാക്ട് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ കടന്നു പോകുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? Look at the way Paul did. Paul went to the marketplace. He didn't look for a pulpit, he looked for an invitation. He just went there. അല്ലേ? Praise the Lord. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവിടെ പഠിക്കുന്ന അധ്യാപകനോട് പറഞ്ഞു, സാറേ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നില്ല, സാറ് കുറച്ച് ചർച്ചകളൊക്കെ വിളിച്ച് എനിക്ക് അവസരങ്ങൾ തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസൻ വളരെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മകനെ, ചർച്ചുകളിലല്ല നീ പ്രസംഗിക്കേണ്ടത്, ഈ തെരുവുകളിലാണ്. ഒരു അപ്പോയിന്റ്മെന്റിന്റെയും ആവശ്യമില്ല. നീ നാളെ മുതൽ ഒരു മൈക്ക് എടുത്തുകൊണ്ട് എല്ലാ തെരുവുകളിൽ നീ പ്രസംഗിക്കണം. ചർച്ചുകളിൽ അപ്പോയിന്റ്മെന്റ് അല്ല ഇവിടുത്തെ വിഷയം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. ഒരു ദിവസം പോലും നിനക്ക് ഫ്രീ ടൈം ഉണ്ടാകാത്ത രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ്സ് ഈ നാട്ടിലുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു സുവിശേഷകനായി മാറി എന്ന് ഞാൻ അറിയുവാനിടയായിത്തീർന്നു. എത്രയോ മനോഹരമായിട്ടുള്ളതായ ഒരു ഉപദേശമാണ്, അല്ലെ? അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, പ്രസംഗിക്കുവാനായിട്ട് ആര് വിളിക്കുന്നു, അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതൊന്നും പൗലോസിന് വിഷയമല്ല. പൗലോസ് എന്ത് ചെയ്തു? മാർക്കറ്റ് പ്ലേസിൽ പോയി ആളുകളോട്, അവിടെയുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തനോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ളതായ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുവിശേഷത്തിനോടുള്ള നമ്മുടെ ദാഹം എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. അധികകാലം നമുക്കില്ല. സാത്താന് വളരെ വ്യക്തമായിട്ട് അതറിയാം. ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് സാത്താൻ അറിയാം. പക്ഷെ നമുക്കറിയുമോ? ഡു വി നോ ദാറ്റ് വി ഓൺലി ഹാവ് ലെസ് ടൈം? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ഒരു ഭാരം നമുക്ക് തരുവാനായിട്ട് പ്രാർത്ഥിക്കും. നെഹമ്യാവിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ മതിൽ പണിയുന്ന 52 ദിവസം നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ 52 ദിവസത്തെ പണിക്ക് വേണ്ടി ഏകദേശം 4 മാസത്തോളം നെഹമ്യാവ് എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു എന്നാണ് കാണുന്നത്. ഇറ്റ് വാസ് ബേർഡൻഡ്, അല്ലെ? 1-ാം അധ്യായത്തിൽ കാണുന്ന ഈ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഞാൻ ബ്ലഡിലും വെണ്ണീറിലും നിന്ന് കരയുവാൻ തുടങ്ങി. ഞാൻ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നെഹമ്യാവിന്റെ പാപമല്ല, ഇസ്രായേൽ മക്കളുടെ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ. ആ ഒരു ബേർഡൻ, ആ ബേർഡനിൽ നിന്നും ഉണ്ടായതായ ആ മനോവ്യസനം, അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കണമെങ്കിൽ 2-ാം അധ്യായത്തിൽ ഒരു ദിവസം നെഹമ്യാവ് ജോലിക്കായി ഓഫീസിൽ പോയപ്പോൾ, ഞാൻ ഇന്നത്തെ ഭാഷയിൽ എന്ന് പറയുകയാണ്, പോയപ്പോൾ ബോസ് ചോദിക്കുന്നു, എന്താണ് നിനക്ക് മനോവ്യസനം? സാധാരണ നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഓഹ്, പ്രൈസ് ദി ലോർഡ്, വാട്ട് എ ടെസ്റ്റിമണി. ആ വ്യക്തി പറഞ്ഞതിന്റെ അർത്ഥം ഇത് ഏതോ ഒരു പ്രത്യേകതയുള്ള ഒരു മനോദുഃഖമാണ്. നിന്നെ ഇതുവരെയും ഞാൻ കുണ്ഠിതനായിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. വാട്ട് എ ഗ്രേറ്റ് ടെസ്റ്റിമണി. അപ്പോഴാണ് നെഹമ്യാവ് തന്റെ മനസ്സിൽ ഇങ്ങനെ ചൂടുപിടിച്ചിരിക്കുന്ന, തീഷ്ണതയോടെ കത്തിയിരിക്കുന്നതായ വിഷയം രാജാവിനോട് പറയുന്നത്. നോ വണ്ടർ അവിടെ ഓൾറെഡി ദൈവം ഇറങ്ങിക്കഴിഞ്ഞു. പരിശുദ്ധാത്മാവോടെ പ്രവർത്തിപ്പാൻ ഇറങ്ങിക്കഴിഞ്ഞു. സ്വർഗം മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബേർഡനുള്ള, ജെനുവിനായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ദൈവം എന്ത് മൂവ് ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ മിഷണറിമാരുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ജെനുവിനായിട്ടുള്ളതായ ആ ബേർഡന് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചരിത്രം ഒന്ന് എടുത്ത് നോക്കിക്കേ. ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം ചെയ്യിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് ദ ബേർഡൻ. ഹല്ലേലൂയ. ആ ബേർഡന് വേണ്ടി ദൈവം വില കൊടുക്കുവാൻ തയ്യാറാണ്. ദൈവം നിൽക്കുവാൻ തയ്യാറാണ്. ദൈവം കൂടെ നിൽക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അങ്ങനെ അതിൽ നിന്നും ഉണ്ടായതായ ധൈര്യവും അഭിഷേകവും അപ്പോയിന്റ്മെന്റിന്റെ ആ ശക്തിയും ഒക്കെ എടുത്തുകൊണ്ടാണ് നെഹമ്യാവ് പോയി പറഞ്ഞത്, ഇന്ന് നമ്മൾ പണിയണം, ഇനി ഞങ്ങൾ പണിയണം. പ്രൈസ് ദി ലോർഡ്. വരുവീൻ, നമുക്ക് പണിയാം. ഹല്ലേലൂയ. അങ്ങനെ 52 ദിവസം കൊണ്ട് പണി കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും 52 ദിവസത്തിലാണ് പ്രാധാന്യം. പക്ഷെ വാട്ട് അബൌട്ട് ദ ബേർഡൻ? ഇവിടെ ഈ പൗലോസിന്റെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള മെസ്സേജാണ്. ഇതിൽ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നുള്ള ഒരുപാട് പേര് യേശുവിനെ അറിയുവാനായിട്ട് ഇടയായി. പക്ഷെ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വിത്ത് ദ ബേർഡൻ. ഹല്ലേലൂയ. അനേക മിഷൻ മൂവ്മെന്റുകളുടെ ഒക്കെ തുടക്കം ബേർഡനാണ്. ഹല്ലേലൂയ. അത് നമുക്കുണ്ടെങ്കിൽ, ആ ബേർഡൻ നമുക്കുണ്ടെങ്കിൽ, ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്.
മുന്നോട്ട് പോകട്ടെ. 18-ാം വാക്യം നമ്മൾ വായിച്ചു. അപ്പോൾ അങ്ങനെ പൗലോസ് അവിടെ ചുറ്റി നടന്ന് കണ്ടതായ ഒരു അജ്ഞാത ദേവൻ എന്ന് പറയുന്ന ഒരു വേദിക്കല്ല് കണ്ടു. അതിൽ നിന്നാണ് പൗലോസ് തുടങ്ങുന്നത്. 23-ാമത്തെ വാക്യം തൊട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിനൊന്നും തൊടുവാനിടയായിത്തീർന്നു. എങ്കിലും ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെ എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് ഞാൻ കണ്ടു. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് പൗലോസ് ഓരോ വിഗ്രഹങ്ങളെയും നോക്കി. അതുകൊണ്ടാണല്ലോ ആ അജ്ഞാത ദേവൻ എന്നുള്ള എഴുത്ത് പോലും പൗലോസ് കണ്ടത്. അപ്പോൾ ആ പൗലോസ് അതിനെ വീക്ഷിക്കുവാനായിട്ട് വളരെയധികം സമയമെടുത്തു. അജ്ഞാത ദേവനെ എന്ന് എഴുതിയ വേദിക്കല്ല് കാണത്തക്ക രീതിയിൽ പൗലോസ് അതിനെ വളരെ കൂലങ്കുഷമായിട്ട് എന്ത് ചെയ്തു? അതിനെ വീക്ഷിച്ചു. ഒബ്സർവൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ? ആ ഒബ്സർവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാരത്തിനൊരു തുടക്കമാണ്. അല്ലെങ്കിൽ ആ ഭാരത്തിൽ നിന്നും ഉണ്ടായതായ തീവ്രമായ ആ ഒരു ആഗ്രഹത്തിൽ നിന്നുമാണ് പൗലോസ് അതിനെ വീക്ഷിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ പൗലോസ് ഈസ് കണക്ടിങ് ഒരു വളരെ നല്ല ഒരു മെത്തേഡാണ് പൗലോസ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ജ്ഞാനികളായിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ 18-ാമത്തെ വാക്യത്തിൽ പറയും തത്വജ്ഞാനികൾ, അങ്ങനെയുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ പൗലോസ് ആദ്യം പറയുന്നു, നിങ്ങൾ ഭക്തിയുണ്ട്, പക്ഷെ നിങ്ങളുടെ ഭക്തി യഥാർത്ഥ ഭക്തിയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. യു ആർ ഓൾ പയസ്. കൊർന്നേലിയോസിന് സംഭവിച്ചത് തന്നെയാണ് അല്ലെ? കൊർന്നേലിയോസിനെ കുറിച്ചുള്ള ഭക്തിയുള്ളവനായിരുന്നു, പക്ഷെ അവൻ യേശുവിനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഭക്തി മാത്രം പോരാ. അപ്പോൾ അവരുടെ ഭക്തിയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഭക്തിയുള്ളവരാണ്, എന്നാൽ നിങ്ങളുടെ ഭക്തി എന്തിനു വേണ്ടിയാണ്? ഞാൻ നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെ നിരത്തിയിരിക്കുന്ന ഒരു വേദിക്കൽ കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ് പൗലോസ് അവിടെ പറയുന്നത്? നിങ്ങളൊരു ജ്ഞാനത്തിലേക്ക് വരണം, നിങ്ങളൊരു അറിവിലേക്ക് വരണം. ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ അറിയായ്മയുടെ കാലത്തിലെ പാപങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ദൈവം ക്ഷമിക്കുകയാണ് അല്ലേ? അറിയായ്മയുടെ കാലത്തുള്ള പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നതിന്റെ കാരണം നിങ്ങൾ അറിവിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അറിവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അറിവെന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷണൽ ആയിട്ടുള്ള കാര്യമല്ല, ഒരു ജ്ഞാനത്തിലേക്ക്, ഒരു വെളിപ്പാടിലേക്ക്, ഒരു റെവലേഷനിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അതാണ് സുവിശേഷത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ട്. ആ ഒരു കാലഘട്ടം ക്രിസ്ത്യൻ ഭവനത്തിൽ ജനിച്ചവർക്കുണ്ട്, പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചവർക്കുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ നമ്മളൊരു വെളിപ്പാടിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ആ വെളിപ്പാടാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അപ്പൊ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു അജ്ഞാതമായിട്ടുള്ള ഭക്തി കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു. എന്നാൽ അജ്ഞാതമായ ഭക്തിയല്ല, ഒരു അറിവിലേക്ക് വരണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആകാശത്ത് മുഷ്ടി യുദ്ധം ചെയ്യുന്നവരെ പോലെയല്ല. ആണോ? അല്ല. ഞങ്ങൾക്കറിയാം. ഐ നോ ഹും ഐ സെർവ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അപ്പൊ ആ നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ നോളജിലേക്ക് പൗലോസ് വന്നത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ദൈവമാകുന്നു അല്ലെങ്കിൽ ഞാനൊരു ശക്തിയാകുന്നു എന്ന് പറയുന്നതിന് പകരം വളരെ പേഴ്സണൽ ആയിട്ട് കർത്താവ് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അപ്പോൾ ആ യേശുവിന്റെ ദിവ്യ ദർശനം പൗലോസോടെ പ്രാപിക്കുമ്പോൾ ഒരു പുതിയ വെളിപ്പാടിലേക്ക് താൻ വരികയാണ്. ആ വെളിപ്പാടിന്റെ ആ തുടക്കം തൊട്ട് പൗലോസ് പറയുകയാണ്, ഇനി എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്, കൂടുതൽ അറിയുക എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, അതേ നിലയിലുള്ളതായ നിങ്ങൾ പുരുഷന്മാരെ, നിങ്ങൾ ഭക്തിയുള്ളവരാണ്, പക്ഷെ നിങ്ങളുടെ ഭക്തിക്കൊരാധാരമില്ല. നിങ്ങൾ ഇന്നൊരു കല്ല് കണ്ടു, നാളെ ഒരു കല്ല് കാണുന്നു, മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നു, നിങ്ങൾക്ക് ആധാരമില്ല. നിങ്ങൾ ആവശ്യങ്ങൾ അനുസരിച്ച് ദൈവങ്ങളെ മാറ്റുന്നവരാണ്. ഹല്ലേലൂയ.
നമ്മൾ നമ്മുടെ ഭാരതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ 30 കോടി ദൈവങ്ങൾ, മില്യൺസ് ഓഫ് ഗോഡ്സ്, എല്ലാത്തിനും ഒരു ദൈവമുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയല്ല. ദൈവം ഒന്നേ ഉള്ളൂ. പൗലോസ് അതിനെ സ്ഥാപിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് അത് പറയുന്നത്. ഗോഡ് ഇസ് കോൺസ്റ്റന്റ്. നിങ്ങളുടെ ചിന്താഗതികൾക്കും നിങ്ങളുടെ ലോകത്തിനും അവൻ അധീരനാണ്. അധീരനാണ് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. നിങ്ങൾ അറിയാതെ പൂജിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ആരാധിക്കുവാൻ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പിന്തുടരേണ്ടത് അറിയാതെ പിന്തുടരരുത്. അറിയാതെ പിന്തുടരുന്നത് യാതൊരു കാര്യവുമില്ല. അറിയണം. അപ്പോൾ ആ അറിവിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. എങ്ങനെയാണ് അറിയുന്നത്? പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ആരും കേൾക്കാതെ എങ്ങനെ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ആ കേൾക്കണമെങ്കിൽ ആരെങ്കിലും പറയണം. കേൾക്കുമ്പോഴാണ് ആ ഒരു അറിവിലേക്ക് അവർ വരുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ കേൾക്കാതിരിക്കുന്നിടത്തോളം കാലം അവർ ഈ അജ്ഞാതമായ ഭക്തി കൊണ്ട് നടക്കുകയാണ്. ഭക്തി അവർക്കുണ്ട്, ഭക്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് അറിവിൽ നിന്നുള്ള ഭക്തിയല്ല. അല്ലേ? അടുത്ത വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഇനി ഒരു വ്യക്തിയെ, ഒരു ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ്, ഏക ദൈവത്തെ. അതിന്റെ 24-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 24-25. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഒന്ന് വളരെ എത്രയോ ശക്തമായ രീതിയിലാണ് പൗലോസ് ദൈവത്തിന്റെ സർവാധിപത്യത്തെ അവിടെ പ്രൂവ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അല്ലെ? ലോകവും അതിലുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ സിറ്റി, ഇതെല്ലാം ആര് സൃഷ്ടിച്ചതാണ്? ദൈവം സൃഷ്ടിച്ചതാണ്. ഉണ്ടാക്കിയതായ ഒരു ദൈവമുണ്ട്. ആ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The God who made the world and everything in it is the Lord of heaven and earth and does not live in temples built by human hands. അപ്പോൾ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ലോകത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുവാൻ സാധ്യമല്ല. താൻ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാണ്. ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന് നിങ്ങളുടെ ശുശ്രൂഷയുടെ ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പോലും സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളുടെ പിന്മാറ്റത്തോടുള്ള ബന്ധത്തിൽ അവർ ഈ യാഗം മാത്രം കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അല്ലേ? അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, സങ്കീർത്തനം 50:7 എൻ്റെ ജനമേ കേൾക്കാൻ ഞാൻ സംസാരിക്കും, ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ഇത് യാഗങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞ ശേഷം പിന്നീട് വിഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്കൊരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ മുടങ്ങാതെ അത് കൊണ്ടുവരുന്നുണ്ട്, സ്വത്രാജ്യം കൊണ്ടുവരുന്നുണ്ട്, വർഷിപ്പ് നടക്കുന്നുണ്ട്. അതിനെനിക്കൊരു കംപ്ലൈന്റും ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയും ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതത്തിൽ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളെ പക്ഷികളൊക്കെ ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളത് തന്നെ. ശ്രദ്ധിച്ചേ, 12ാമത്തെ വാക്യം. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, അയ്യോ എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുകയില്ല. ഭൂതലവും അതിന്റെ നിറവും എന്റേതത്രേ. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ നിറവുണ്ട്. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പ്രശ്നം. അപ്പോൾ ആ അറിവിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്കത് രുചിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്.
പ്രൈസ് ഗോഡ്. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരെ എന്റെ അടുക്കൽ കൂട്ടുമീൻ. അതൊരു ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഇത് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്, അല്ലേ? പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ഒരു കാര്യമാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് 44-ാം അധ്യായത്തിൽ. ഇനിയാണ് പറയുന്നത്, ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. 44:15 അവൻ അതിൽ കുറെ എടുത്ത് തീ കായുകയും കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിനു മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. 18-ാമത്തെ വാക്യം, അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു. അപ്പൊ ഈ വിഗ്രഹങ്ങൾക്കൊന്നും ഒരു ശക്തിയുമില്ല. 19-ാമത്തെ വാക്യം വായിച്ചേ, ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല, ഒരംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ടും ഇറച്ചിയും ചുട്ടും എന്ന് ശേഷിപ്പുകൊണ്ട് ഞാൻ ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുമോ? ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ? എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തിന് അറിവുമില്ല, ബോധവുമില്ല. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒരു ജ്ഞാനത്തിലേക്ക് വരണം. നിങ്ങൾ ചെയ്യുന്നത് ഭോഷത്വമാണ്. നിങ്ങൾക്ക് ഭക്തിയുണ്ട്, പക്ഷെ അജ്ഞാതമായ ഒരു ഭക്തിയാണ്. അതിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, ഒരുത്തനിൽ നിന്ന്. അപ്പോൾ ഇവിടെ ക്രിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. വളരെ ശക്തമായിട്ട് പൗലോസ് ഇവിടെ ക്രിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരുത്തനിൽ നിന്ന് ഇവല്യൂഷൻ ഒന്നുമല്ല. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉണ്ടാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. വാട്ട് എ പവർഫുൾ വേർഡ് ദാറ്റ് ഈസ്. എന്താണ് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു? ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടി വ്യക്തമാണ്. 26-ാമത്തെ, ഫ്രം വൺ മാൻ ഹി മെയ്ഡ് ഓൾ ദ നേഷൻസ്. ഓൾ പവർഫുൾ ഗോഡ്. ഒരു വ്യക്തിയിൽ നിന്നും, ആദാമിൽ നിന്നും ദൈവം എന്ത് ചെയ്തു? മെയ്ഡ് ഓൾ ദ നേഷൻസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ചരിത്രം നിങ്ങൾ എന്ത് ചെയ്യണമോ, പിന്നോട്ട് ഒന്ന് റീവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു തുടക്കമുണ്ട്. ആ തുടക്കം ആദാമിനെ ഞാൻ എൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. Hallelujah. From one man he made all the nations, including you. എന്താണ് അതിന്റെ അടുത്ത് പറയുന്നത്? That they should inhabit the whole earth. എല്ലാം, ഈ രാജ്യവും ഈ സിറ്റിയും ഒക്കെ ദൈവം നമുക്ക് തന്നതാണ്. ദൈവം അനുവദിച്ചതാണ്. ഈ ഭൂതലവും ഭൂമിയും ദൈവത്തിൻ്റെതാണ്. പലപ്പോഴും നമ്മുടേതായ ഈ രീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേവലമായിട്ട് പറയും, ഇതെന്റെ വീട്, എനിക്ക് ഇത്രയും സ്ഥലമുണ്ട്, എനിക്ക് ഇത്രയും പോലെ ഏക്കർ സ്ഥലമുണ്ട്. അതൊക്കെ ഒരു മാനുഷികമായ രീതിയിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ പോലും, പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊന്നും നമ്മുടേതല്ല. ആണോ? അല്ല. കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ ആ ധനവാനായ മനുഷ്യനോട് പറഞ്ഞു, മൂഢ, ഈ പറയാനുള്ള ശക്തി പോലും നിന്റേതല്ല. നിനക്ക് ഇത് എന്റേതാണെന്ന് പറയാൻ നിന്റെ ശരീരത്തിൽ ജീവൻ വേണമല്ലോ, അതുപോലും നിന്റേതല്ല. മൂഢ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ച, നാളെയല്ല, ഈ രാത്രി നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഓണർഷിപ്പ് ഇല്ല നമുക്ക് സ്റ്റുവാർഡ്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, വി ആർ നോട്ട് ഓണിങ് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്.
ദൈവമാണ് നമുക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കള്ളൻ ഒരു സന്യാസിയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ ചെന്നു. സന്യാസിയോട് പറഞ്ഞു, ഇപ്പോൾ കയ്യിലുള്ള പണമെല്ലാം തരണം, അല്ലെങ്കിൽ ഞാൻ തനിക്കുള്ളതൊക്കെ ഞാൻ എടുത്തുകൊണ്ടുപോകുന്നു പറഞ്ഞു. സന്യാസി ഇങ്ങനെ പറഞ്ഞു പോലും അത് നിനക്ക് പറ്റത്തില്ല, എത്ര ശ്രമിച്ചാലും നിനക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ കള്ളൻ വളരെ ചൂടായി സംസാരിച്ചു. അവസാനം എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ സന്യാസി പറഞ്ഞു, ഞാൻ ഒന്നും ഓൺ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ എൻ്റെ നിന്ന് എടുക്കാൻ പറ്റും? ഹൗ ക്യാൻ യു ടേക്ക് സംതിങ് ഫ്രം മീ ബിക്കോസ് ഐ ഡോണ്ട് ഓൺ എനിത്തിങ്. അപ്പോൾ ഓണർഷിപ്പ് ഇല്ലാത്ത വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ ഉണ്ടായത് ഓണർഷിപ്പ് കൂടുമ്പോൾ ആണ് സ്വാതന്ത്ര്യം. നോ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, ഈ ഭൂതലവും ഇത് മുഴുവനും നമ്മുടെ ദേഹോക്കുള്ളതാണ്. ആകാശത്തിലെ പറവകളെ നോക്കൂ അല്ലെ. അത് മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിലും ഞാൻ ഒന്ന് തൊട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അടുത്ത വാക്യം ചിന്തിച്ചു നോക്കി. And he marked out their appointed times. Oh, praise the Lord, in the history. എന്ന് പറഞ്ഞാൽ നിന്റെ കാലഘട്ടം, ജനറേഷൻ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഈ നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവനാണെന്ന് ദൈവം മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ 1-ാം നൂറ്റാണ്ടിൽ ജനിക്കാതിരുന്നത്. നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന 50, 40, 60, 70 സംവത്സരങ്ങൾ God has marked the appointed time. Praise the Lord. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ടല്ലോ, He appointed judgment for all. 9-ാം അധ്യായത്തിലെ അവസാന വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. Nor did he enter heaven to offer himself again to again. അത് മലയാളത്തിൽ ആർക്കും ലഭിച്ചാൽ അതൊന്ന് വായിക്കാമോ? The way the high priest enters the most holy place every year with the blood that is not his own. Otherwise Christ would have had to suffer many times since the creation of the world. വായിച്ചോ 27. Just as the people had the time to die once. ഏകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അതിന് മുൻപത്തെ വാക്യം 27-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ മതി. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. അപ്പോയിന്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ റോബോട്ട് ഒരു യാന്ത്രികമായി മുന്നോട്ട് പോകുന്നതല്ല. നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പോയിന്റഡ് ടൈം, നമ്മുടെ ജനനവും നമ്മുടെ മരണവും, ജനിക്കാൻ നമുക്ക് ദൈവം ഓപ്ഷൻ തരാത്തതുപോലെ ദൈവം ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുണ്ട്. ദൈവഹിത പ്രകാരം മുന്നോട്ട് പോകുന്നവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോയിന്റഡ് ടൈം. ആ അപ്പോയിന്റഡ് ടൈം എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് വെച്ചിട്ടുള്ളതാണ്. ബൗണ്ടറീസ് ഓഫ് ദെയർ ലാൻഡ്സ്. എന്തിനു വേണ്ടിയാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. എന്തിനു വേണ്ടിയാണ് ദൈവം അങ്ങനെ അപ്പോയിന്റ്മെന്റും അങ്ങനെയുള്ളതായ കാര്യം വെച്ചത്? ഈ ഡിസൈൻ ഷുഡ് ലീഡ് എ തിങ്കിങ് about a designer. അല്ലേ? 27-ാമത്തെ വാക്യം അതുകൂടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 27. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവരെ അന്വേഷിക്കേണ്ടതിന് തന്നെയാണ് ദൈവം ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന ഒരു വ്യക്തി ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ അവൻ തന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ടെന്ന്. ഞാൻ എങ്ങനെ ഈ ലോകത്തേക്ക് വന്നു? ഞാൻ വളരെ അത്ഭുതകരമായ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്നു. ഹൂ ഈസ് ബിഹൈൻഡ് ദിസ് എന്നുള്ളൊരു ചോദ്യം തന്നെ മതി
ആ വ്യക്തിയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പൗലോസ് എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പറയുന്നത്. അല്ല, അപ്പോയിന്റഡ് ടൈം, ആകസ്മികമായി സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ ജനിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയുവാൻ ഈ ചോദ്യങ്ങൾ തന്നോട് ചോദിച്ചാൽ മതി. ഹൗ ഡിഡ് ഐ എൻ്റർ ഇൻ ദിസ് വേൾഡ്? എനിക്ക് ഈ മരണം വെച്ചത് ആരാണ്? ആ ചോദ്യം, ആ തീഷ്ണ, ആ ഒരു ത്വര ദൈവത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഓ പ്രൈസ് ഗോഡ്. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് പറയുന്നത്. അവനെ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തും. അപ്പോൾ ഗോഡ് ഈസ് സീക്കിംഗ് സംബഡി ഹു ഈസ് സീക്കിംഗ് ഹിം. ദൈവത്തെ അന്വേഷിക്കുന്നവനെ ദൈവം അന്വേഷിക്കുന്നവനാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾ മലയിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഒന്നും പോകേണ്ട കാര്യമില്ല. ഗോഡ് ഈസ് റൈറ്റ് ബിസൈഡ് യു. പ്രൈസ് ഗോഡ്. Right beside you, but are you ready to seek him? അപ്പോൾ സീക്ക് ചെയ്യാൻ വേണ്ടി ദൈവം മനുഷ്യനിൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴാണ് വന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാം പാപം ചെയ്തപ്പോൾ, ഹവ്വ പാപം ചെയ്തപ്പോൾ അവർ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ദൈവം അവരോട് ചോദിച്ചത്, അല്ലെ? പാപം ചെയ്തപ്പോൾ ദൈവമേ നീ എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം ദൈവം അവരോട് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ? ആ ചോദ്യം അവരോട് ചോദിച്ചതിന് മറുപടി പറയുവാൻ മനുഷ്യനായി ജനിച്ചവർക്ക് സാധിക്കാതെ വരികയാണ്. അന്ന് മുതൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ്, ഒരു വാക്യൂം, ഒരു ഇല്ലായ്മ, ഒരു നത്തിങ്നെസ്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് ദൈവത്തെ. ക്രൂശിൽ അതിന്റെ സമാപ്തി വരികയാണ്. മനുഷ്യരാശിക്ക് വേണ്ടി ആ ദൈവത്തെ, ഭൂതലത്തിലുള്ള ദൈവത്തെ നമുക്ക് ആക്സസിബിൾ ആക്കി നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുവാനിടയായി. ഓ പ്രൈസ് ഗോഡ്. ഫിലിപ്പിയർ 2-ാം അധ്യായം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 2-ാം അധ്യായം. ദൈവ സ്വരൂപത്തിലിരിക്കെ നിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആമേൻ. 6-ാമത്തെ വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പൗലോസിന് വാക്കുകൾ കിട്ടുന്നില്ല. ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിക്കേണ്ടതായിട്ട് വന്നു, വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. 11-ാമത്തെ വാക്യം. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്വത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ പൗലോസ് പറയുകയാണ്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. അത് ക്രൂശിലൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. ഇനി ദൈവത്തെ അന്വേഷിച്ച് എങ്ങും പോകേണ്ടതായ കാര്യമില്ല. അന്വേഷിക്കുമ്പോൾ അവൻ നിന്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ. സക്കായിയുടെ മാനസാന്തരം എന്ന് തന്നെയാണ് വിളിച്ചു പറയുന്നത്. സക്കായിയെ നീ മരത്തിൽ കയറേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. സക്കായി മരത്തിൽ നിന്ന് നോക്കുന്നുവെന്ന് യേശുവിന് മനസ്സിലായി. സക്കായി ഇരിക്കുന്ന മരത്തിന് അടുത്ത് ചെന്നപ്പോൾ യേശുവാണ് നിന്നത്. വളരെ ശക്തമായിട്ടുള്ളതായ ഒരു ചിന്തയാണത്. യേശു നിന്നു, സക്കായി ഇറങ്ങി വാ, നീ എന്നെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ ഞാനിതാ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. സഖായി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ ദൂരത്ത് നിന്ന് കാണേണ്ടതായ കാര്യമില്ല. നീ ഇരിക്കുന്ന വൃക്ഷത്തിന്റെ
അരികത്തേക്ക് നടന്നു വരുന്ന നമ്മുടെ കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെ അവൻ കണ്ട ദിവസം ഒന്ന് ഓർത്തേ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി അവൻ വന്ന ദിവസം, യേശുവിനെ നമ്മൾ കണ്ട ദിവസം. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, യേശു എന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തുമാറ്റം വന്നു എന്നിൽ. ഓ പ്രൈസ് ഗോഡ്. ഭൂതലത്തിന്റെ സകല ഭൂതലത്തെയും ഉണ്ടാക്കിയവൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവ്, ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യാത്തവൻ. പ്രൈസ് ദി ലോർഡ്. ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉണ്ടാക്കിയവൻ, ഭൂതലത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ, ആ ദൈവം നമ്മുടെ രക്ഷകനായി മാറി. ഓ പ്രൈസ് ഗോഡ്. നിങ്ങൾ അജ്ഞാത ദേവനെ എന്ന് പറഞ്ഞ് സേവിക്കുന്ന, അറിവില്ലായ്മയിൽ ഭക്തിയോടെ സേവിക്കുന്ന ഒരു ദൈവം, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനൊന്നുമല്ല ദൈവം പൗലോസോടെ പറഞ്ഞത്. അത് മതി. അജ്ഞാദേവൻ എന്നുള്ളൊരു കല്ലുണ്ടല്ലോ, അത് മതി. അല്ല, അതാരാണെന്ന് മനസ്സിലാക്കി ആ സത്യദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഒരു സുവിശേഷകന്റെ ആംഗിളിൽ നിന്നുകൊണ്ടും നമുക്ക് ലഭിച്ച ആ രക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ആക്കി വെച്ച കാലഘട്ടങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ദൈവരാജ്യത്തിന്റെ ഭാഗമായി അതിനുവേണ്ടി പ്രയോജനമുള്ളവരായിത്തീർന്നു. മനസ്സിൽ ചൂടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭാരമുള്ളവരായി ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ അപ്പോയിന്റ്മെന്റിന് ഒരു അർത്ഥം വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഡോക്ടറായിട്ടൊരു അപ്പോയിന്റ്മെന്റ് നമുക്കുണ്ടെങ്കിൽ, ഡോക്ടറെ കാണാതെ പോന്നു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എന്തോ നമ്മൾ പറയും. അവിടെ ചെന്നതുകൊണ്ട് കാര്യമായോ? ഇല്ല. അവിടെ ചെന്നിരുന്നത് കൊണ്ട് കാര്യമായോ? ഇല്ല. അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആയിപ്പോയി എന്ന് നമ്മൾ പറയും, നടന്നില്ല എന്ന് പറയും. സമയം വേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടല്ലോ, സമയം പാസ് ചെയ്തു പോയി അല്ലേ. 10 to 10:30 ആണ് അപ്പോയിന്റ്മെന്റ് എങ്കിൽ 10 to 10:30 വരെ ഹോസ്പിറ്റലിൽ ഇരുന്നു, പക്ഷെ ഡോക്ടറെ കണ്ടില്ല. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റിന് അർത്ഥം വരുമോ? ഇല്ല. എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. ജീവിച്ചു തീർന്നത് കൊണ്ട് അപ്പോയിന്റ്മെന്റിന്റെ അർത്ഥം വരുന്നില്ല. ഡോക്ടറെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഭൂതലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കി അതുമായിട്ട് നമ്മളെ കണക്റ്റഡ് ആകുമ്പോൾ, ഈ ജനറേഷനിൽ നമ്മൾ എന്തിനു വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ അപ്പോയിന്റ്മെന്റിന് അർത്ഥം വരുന്നത്. അങ്ങനെ ഓരോ ദിവസവും ദൈവരാജ്യ സംബന്ധമായ വിഷയത്തിൽ ധനികരായി തീർന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യുവജനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.